ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബിസി ആയിട്ടുള്ള ഒരു ദിവസത്തെ കേക്കാണ്. ഒരു 4 കേക്ക് ഡെക്കറേഷൻസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫോണ്ടിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു കേക്ക് ഒരു ബ്ലൂ തീമിലുള്ള 1 kg വെയിറ്റ് വരുന്നൊരു കേക്കാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഫോണ്ടൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ വൈറ്റ് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് CMC പൗഡറാണ്. CMCയോ അല്ലെങ്കിൽ തൈലോസ് പൗഡറോ രണ്ടും ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ CMC ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബ്ലൂ കളറും കൂടെ ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ കളറും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. CMCയും കൂടെ കൂട്ടി കോൺഫ്ലവറും കൂടെ കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് സ്റ്റാർ, ക്ലൗഡ്, ബോൾസ് അങ്ങനെ സിമ്പിളായിട്ടുള്ള ഫോണ്ടൻറ്റ് ഡെക്കറേഷനാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡെക്കറേഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫൈനലായിട്ടുള്ള ഡെക്കറേഷൻ മാത്രം, ഐസിങ് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഐസിങ് കേക്ക് ഡെക്കറേഷൻസും എല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഡെക്കറേഷൻസ് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇതാ സ്റ്റാറും ക്ലൗഡും ഒക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർ കട്ടർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറൊക്കെ ഫോണ്ടൻറ്റോട് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലങ്ങർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ബാക്കിൽ നിന്ന് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എന്നാലും കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ പല സൈസിലുള്ള ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്കിത് ഫൈനൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ട്രഫിൾ ഫ്ലേവേർഡ് കേക്കായിരുന്നു. 1 kg വെയിറ്റ് വരുന്ന ഫസ്റ്റ് ബർത്ത്ഡേ കേക്കായിരുന്നു. അപ്പോൾ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേപ്പർ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ 1 എന്നുള്ള ആ ഒരു ഇതും നമ്മൾ പ്രിൻ്റാണ്, എഡിബിൾ അല്ലാത്ത നോർമൽ ടൈപ്പ് പ്രിൻ്റ്. പിന്നെ അതിൽ എഡിബിൾ അല്ലാത്ത ആ ഒരു ബോൾസും കൂടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 1 kg വെയിറ്റ് വരുന്നൊരു തീം കേക്കാണ്. അപ്പോൾ ഇനി അടുത്ത കേക്കിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കേക്ക് JCB തീം കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ടോയ് JCB ആണ് വെച്ച് കൊടുക്കുന്നത്. അതായത് നമ്മൾ നോർമൽ ടോയ് JCB, ചെറിയ ടൈപ്പ് ചെറിയ സൈസിലുള്ള ടോയ് JCB. പിന്നെ ബാക്കി നമുക്കിതിൻ്റെ തീം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രിൻ്റാണ്, അതായത് എഡിബിൾ അല്ലാത്ത നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്ന പോലെ തന്നെ നോർമൽ പ്രിൻ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ഒരു എഡിബിൾ അല്ലാത്ത ടൈപ്പ് പ്രിൻറ്റുകളും, അതായത് ഈ ഒരു ടോയ് ഐറ്റംസൊക്കെ കേക്കിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് കേക്കിൽ വെക്കുന്നത്. അതായത് ഇപ്പോൾ ടോയ് JCB ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് കുറഞ്ഞ റേറ്റിൽ അവരുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് ഫോണ്ടൻ്റൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നോർമലായിട്ടുള്ള പ്രിൻറ്റും നോർമലായിട്ടുള്ള ടോയ് തീമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഫുള്ള് ഫോണ്ടൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത് നല്ല റേറ്റാണ്. നമുക്കും തന്നെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതാ നെക്സ്റ്റ് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻറ്റ് ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ JCB തീം കേക്കാണ്. അന്നത്തെ ദിവസം തന്നെ നമുക്ക് 2 JCB തീം കേക്കായിരുന്നു. ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു JCB തീം കേക്കാണ്. 1 kg വെയിറ്റ് വരുന്ന കേക്കായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ കാണിച്ചത് 2 kg വെയിറ്റ് വരുന്ന അത്യാവശ്യം വലിയൊരു കേക്കായിരുന്നു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊരു യെല്ലോ തീമിലാണ് ചെയ്യേണ്ടത്. ഒരു ഓറഞ്ച് ഷെയ്ഡ് അങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്ന ഫോണ്ടൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ പിന്നെ 1 ഡ്രോപ്പ് റെഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് കളറിൻ്റെ ആവശ്യമില്ല, യെല്ലോ റെഡും കൂടെ മിക്സ് ആക്കിയിട്ട് വരുമ്പോൾ ഓറഞ്ച് കളർ കിട്ടുമല്ലോ. കൂടുതൽ യെല്ലോ കുറച്ച് ഒരു 1 to 2 ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളർ കിട്ടും. അത് പിന്നെ കേക്കിൻ്റെ ക്രീമിലാണെങ്കിലും ഫോണ്ടൻറ്റിലാണെങ്കിലും ഒക്കെ ഓറഞ്ച് കളർ സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല.
ഇതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ ദാ ഇതിലേക്കും തന്നെ നമ്മൾ ഇതുപോലെ ബോൾസ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ആ ഒരു ഓറഞ്ച് ഫോണ്ടൻ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോൾസ് മാത്രമേ ചെയ്തിട്ടെടുക്കുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മൾ അതായത് നെയിം കൊടുക്കാൻ പോകുന്നത് ഫോണ്ടിൽ തന്നെയാണ്. അപ്പോൾ കേക്ക് ഒരു യെല്ലോ തീം ആയതുകൊണ്ട് നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് ബ്ലാക്ക് കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലാക്കിൽ ഞാൻ കുറച്ച് CMC ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ പേര് ഈ ഒരു നെയിം കട്ടർ വെച്ചിട്ട് അങ്ങനെ പേര് ഇതാക്കിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ബോൾസും കൂടെ ചെയ്തിട്ട് കേക്കിലേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതാ കേക്ക് ഐസിങ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് തീമിലെ കേക്കായിരുന്നു. അപ്പോൾ ഇതിലും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടോയ് JCB തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിമും കാര്യങ്ങളും നമ്മൾ ബാക്കി ചെയ്തിട്ടെടുത്തിട്ടുള്ള ബോൾസും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ട് നമുക്കൊരു JCB തീം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മോഡലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത കേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ദാ ഈ ഒരു കേക്ക് 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ ഞാൻ ഈ ഒരു പർപ്പിൾ തീമിലാണ് ചെയ്തിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ പേര് കൊടുത്തിട്ടുണ്ട് മുകളിൽ. പിന്നെ താഴെ 2 എന്നുള്ള ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാറൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് CMC ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റിക്കിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബോൾസും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ച് സ്റ്റാറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള 4 കേക്കുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.